മേനോൻ മുഖ്യമന്ത്രിയെ 24 ചാനലിൽ ഇൻട്രോയിലൂടെ വിമർശിച്ച അഷിതയ്ക്കെതിരെ കടുത്ത നടപടികൾ. എൻകൗണ്ടർ എന്ന ചർച്ചയിൽ നിന്ന് അഷിതയെ ഒഴിവാക്കി. ഇനി ആ ചർച്ച ഹാഷ്മി താജ് ഇബ്രാഹിം മാത്രം അവതരിപ്പിച്ചാൽ മതി. CPM-നെ വിമർശിച്ചുകൊണ്ടും CPM-നെതിരെ ഇൻട്രോ താളമടിച്ച് കാഥികനിലൂടെ കോൺഗ്രസുകാരെ പ്രീതിപ്പെടുത്തി നായർ സ്നേഹം കാട്ടാനായിട്ടുള്ള തീരുമാനമാണ് ശ്രീ കണ്ടൻ നായർ ഏറ്റവും പുതുതായിട്ട് എടുത്തിരിക്കുന്ന നിലപാട്. പൊതുസമൂഹത്തിനിടയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച ഉയർന്നു വന്നാൽ റേറ്റിംഗ് കുറഞ്ഞതിനാലാണ് ആ പരിപാടി ഹാഷ്മി മാത്രം അവതരിപ്പിച്ചാൽ മതി, അഷിതയെ പോലുള്ളവർ ഇനി അത്തരം പരിപാടികളിലെ ഇൻട്രോ അവതരണം ഇതോടുകൂടി അവസാനിപ്പിച്ചോളൂ, മേനോന് എന്റെ ചാനൽ കൊണ്ട് അതിലെ ഏതെങ്കിലും അവതാരങ്ങൾ കൊണ്ടോ ഒരു പോറലേൽക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ നിലപാട്. എൻകൗണ്ടർ ചർച്ചയിൽ നിന്ന് മാറ്റി മറ്റൊരു ചെറിയ രാഷ്ട്രീയ പരിപാടി അവതരിപ്പിക്കാൻ, അതായത് ഇൻട്രോ ഉൾപ്പെടെയുള്ള ചർച്ച ഉൾപ്പെടെയുള്ള ഒരു സംഭവമില്ലാത്ത സാധാരണ വാർത്താ അവതരണം. നോക്കണേ നായരുടെ മാധ്യമധർമ്മം. ഇത്രയും കാലം ഇവിടത്തെ മുഖ്യമന്ത്രിക്കെതിരെ കാഥികൻ ഹാഷ്മി തട്ടിവിട്ട ഇൻട്രോകൾ അതിന്റെ 4-1 അംശം വരില്ല. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം ഉയർന്നപ്പോൾ അപമാനിച്ചിറങ്ങിപ്പോയ സതീശന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടും ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്തതും ജാതിവാൽ ഉയർത്തിക്കാട്ടിയുള്ള സത്യപ്രതിജ്ഞയെല്ലാം പരാമർശിച്ചു പോയപ്പോൾ അത് മേനോന് കൊള്ളേണ്ടടുത്ത് കൊണ്ടു. ആ കൊണ്ടത് നായർക്കും വല്ലാതെ വേദനിച്ചു. ആ വേദനിച്ചതിന്റെ പരിണിത ഫലമാണ് ആ ചാനലിനുള്ളിലെ വാർത്താ അവതാരകയെ ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നായർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത്തരം പരിപാടികൾ ഒരു കാരണവശാലും ചാനലിൽ നിന്നുണ്ടാകാൻ പാടില്ല. അങ്ങനെ സർക്കാരിനെയോ മുഖ്യമന്ത്രിയോ ശക്തമായിട്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകരുത് എന്നുള്ളതാണ് നായരുടെ മനസ്സിലിരുപ്പ്. അത് സ്ഥാപനത്തിലെ അവതാരകർക്ക് പറയാതെ പറഞ്ഞുകൊണ്ട് ശക്തമായിട്ടുള്ള താക്കീത് നൽകി. ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് വേണമോ ആയിക്കോളൂ, അതൊന്നും ഒരു പ്രശ്നമല്ല, അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. പക്ഷേ മേനോൻ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിൽ കരുതൽ വേണം. അത് തുടരേണ്ടത് നായരുടെ കൂടി ആവശ്യമാണ് എന്ന നിലയ്ക്കാണ് അഷിതയെ ചർച്ചയുൾപ്പെടെയുള്ള വാർത്താ അവതരണ പരിപാടികളിൽ നിന്നെല്ലാം മാറ്റി നിർത്തപ്പെട്ടത്. എൻകൗണ്ടർ ചർച്ചയിൽ നേരത്തെ ഹാഷ്മി ഒരു ദിവസവും തൊട്ടടുത്ത ദിവസം അഷിതയുമാണ് അവതരിപ്പിച്ചിരുന്നത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതിലാണ് ഒരൊറ്റ ഇൻട്രോ കാരണം ഇത്രയും കാലം ഹാഷ്മി നടത്തിയ കഥാപ്രസംഗങ്ങളൊന്നും ഇതുവരെ 24-ലെ ശ്രീകണ്ഠൻ നായർ മുക്കിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും മകൾക്കുമെതിരെയെല്ലാം ആക്ഷേപ ശരങ്ങൾ ചൊരിഞ്ഞു. സർക്കാരിനെതിരെയും ഇടതുപക്ഷ മന്ത്രിമാർ, അത് വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയെല്ലാം പരിധി വിട്ടുള്ള കഥാപ്രസംഗങ്ങൾ നടന്നതെല്ലാം ഉൾക്കൊണ്ട വ്യക്തി ഇപ്പോൾ പൊടുന്നനെ ഒരു മുഖ്യമന്ത്രിയായിട്ട് മേനോൻ വന്നതിന് പിന്നാലെ വിമർശനം ഉന്നയിച്ചത്, അതും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അഷിതയെ പോലൊരു പുതിയ അവതാരക ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നായരുടെ ഉള്ളിൽ ചില വിവേചനങ്ങൾ ഉണ്ട് എന്ന ചോദ്യങ്ങൾ കൂടി ഉയർന്നു വരികയാണ്. ആ വിവേചനം ചാനലിനുള്ളിൽ തന്നെ വലിയ അസംതൃപ്തി ഉണ്ടാക്കിയതായി ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഒരു ഇൻട്രോ കൊണ്ട് ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട അഷിത എന്ന അവതാരകയെ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു നിലപാടിലേക്ക് എത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയാണ് ശരി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനു പുറമെ ഈ അവതാരകയ്ക്കെതിരെ ചില മഞ്ഞ ഓൺലൈൻ ചാനലുകളിലൂടെയെല്ലാം വാർത്ത വരുത്തിക്കാൻ മേനോൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടപെടൽ നടത്തിയെന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ശ്രീകണ്ഠൻ നായർ എടുത്ത നിലപാട് ശരിയാണെന്ന രീതിയിൽ അതിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ചില വാർത്തകൾ ഇതിന്റെ ഭാഗമായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് പടച്ചുവിടുന്നു എന്നുള്ള ഒരു റിയാലിറ്റി കൂടി നാട് അറിയേണ്ടിയിരിക്കുന്നു.